മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നമുക്കറിയാം വാണിയന്നൂരിന്റെ ആത്മീയ ചരിത്രത്തിൽ വലിയ ഒരു സ്വാധീനം. ഞാൻ പറഞ്ഞ വാണിയന്നൂർ അന്ന് നമ്മളെ ഇസ്മായിൽ ഹാജി മുദർശയായിട്ട് നിൽക്കുന്ന കാലത്താണ് മൂപ്പര് ഇവിടെ ഖാദിയായിട്ടുള്ളത്, ഒരു കുടുംബത്തില്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ 10-12-13 വയസ്സ് പള്ളിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആണ് മൂപ്പര്. ആ സമയത്ത് മൂപ്പര് വന്നാൽ ഒരു 8 ദിവസമൊക്കെ ഇവിടെ നിൽക്കും. അന്നമ്മ അവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു 7 ആൾക്ക് നിൽക്കാനുള്ള സ്വപ്പാള്. അവിടുത്തെ പള്ളി 2 ഭാഗത്തും 3 ആൾ നിൽക്കും. അന്ന് റൂമുകളൊന്നും 2 ഭാഗം ചെരുവാണ്, പള്ളിന്റെ ചെരുവാണ്. 3 ഭാഗം ഒരു ചെരുവുണ്ട്, അതിലാണ് ഭക്ഷണമൊക്കെ കേൾക്കാൻ. 3 ഭാഗത്ത് ചെരുവ് മീറാബിനോട് വിചാരിച്ച ചെരുവ് അവിടെ ഉണ്ട്. റൂമല്ല, ഈ പള്ളിനോട് ചാരിച്ചിട്ട് വന്നിട്ട് അങ്ങനത്തെ ശരിയാ. അന്ന് മൂപ്പര് വന്നാല് അന്ന് മഞ്ചേരിയിലെ വരിക. അന്ന് തങ്ങളെ പഠിക്കാൻ അവിടെ വന്നിട്ട് ഇറങ്ങിട്ട് അവിടെ വണ്ടിയിൽ കൊണ്ട് വന്നത്. പിന്നെ ഇവിടെ അതിന്റെ മൂപ്പര ഒരു കോതരി ഉണ്ട്. അന്ന് കോതരി ബെഡല്ല, ബെഡ് നടന്നത് കോതരിയാണ്. ആ ഇത് അവിടെ കൊട്ടപ്പള്ളി അവിടെ ആരൊരു അവിടെ അത് കിടക്കും. മെഹ്റാബിന്റെ നമ്മളെ മിംബ്രന്റെ വടക്ക് ഭാഗത്തായിട്ട് അവിടെ കിടക്കും. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളല്ലേ, ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് നോക്കുന്ന സമയത്തൊക്കെ അവിടെ പിന്നെ മാരിയൊക്കെ നിഷ്കരിക്കാൻ നിയമാമത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളത് ഈ അനുഭവങ്ങള് എന്നോട് എന്നാ 8 ദിവസം നിൽക്കും. നല്ല ഇത് അമ്മത്തൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ മുപ്പരെ ചരിത്രത്തിൽ കാണുമ്പോ തന്നെ ആൾക്കാർക്ക് ഒരു ആനുള്ള ആളാണ്, നല്ല പൂക്കളുള്ള ആളാണ്. ഇതെല്ലാവരും കണ്ടാൽ തന്നെ അവിടെ ഒരു പ്രത്യേക ചെയ്യലാണ്. അങ്ങനെ അതിനിടയ്ക്ക് ഇങ്ങനെ ഇറ്റലിയിൽ ഇങ്ങനെ നടക്കും, അതും കൊണ്ട് ഇങ്ങനെ നടക്കും. ചെല്ല പഠിച്ചിട്ട് ഇങ്ങനെ നടക്കല്. അങ്ങനെയൊക്കെയുള്ള ഇതാണ്. ഞങ്ങളെ ഇതിലൊക്കെ ഇടുന്നിട്ട് മാറി നോക്കുന്നില്ല, മുന്നോട്ടൊന്നും വരില്ല. ചെറുതല്ലേ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ആൾക്കാരൊക്കെ ശബ്ദമില്ലാതെ വെച്ചുണ്ടാക്കാതിരിക്കും. അതിനൊക്കെ ചരിത്രത്തിൽ ആൾക്കാര് മരുന്ന് അങ്ങനെ. അപ്പൊ അത്രക്കുള്ള നമ്മളെ വീരോ ഇത് മൂപ്പരത്തിലുള്ള അത്ര അടുപ്പുള്ള 12 വയസ്സിന്റെ ഇവരാണ്. അങ്ങനെ കാണും. അങ്ങനെ വെട്ടുകാലം അങ്ങനെ. പിന്നെ എന്റെ ഒരു മൂത്താപ്പന് മൂപ്പര ഹാജിമായിട്ട് പോയിട്ടില്ല. എന്റെ ഒരു മൊയ്തോജിന്നാണ്, ചെറുതാണ്, അവിടുത്തെ കേൾക്കുന്നുണ്ട്. മൂപ്പരൊക്കെ വെച്ചവരൊക്കെ വെച്ച മൂപ്പർക്ക് പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ചരിത്രം കിട്ടിയത്. ഒരു ഒറ്റ കാലം ഹാജിമായിട്ട് പോയി, അതായത് സാറിന് കരിമത്തിന് വേണ്ടി പോയി. പിന്നെ കൂടുതൽ ഇപ്പൊ എന്റെ കൂടുതൽ നിന്നായി തന്നെ എന്തെങ്കിലും കുറ്റങ്ങൾ അങ്ങനെ എന്തെങ്കിലും മറ്റൊരു പേടിച്ചിട്ട് മൂപ്പര് പോകുന്നത്. അന്ന് ഹദ്ദാദി അല്ലേ നമ്മളെ ഗീരാനജ, അതെ കുഞ്ഞിനെ ഇവരെ ഷിഹാബിന് പിന്നെ പള്ളിന്റെ പടിഞ്ഞാറ് പേരാതാ അബൂജിന്റെ ഭാഗത്ത് അന്ന് ഹദ്ദാദിനൊക്കെ എന്തായാലും ഹദ്ദാദി എല്ലാരും മൂപ്പര. മൂപ്പരാണ് പള്ളി അടുത്താളിയത്. മൂപ്പര അന്നും ദർശകരും ആ ഗീരാനജി. അങ്ങനെ നല്ല ഒരു ഇതിനായിട്ട് നല്ല ചുറ്റി നടക്കുന്നതാണ്. കാരണം കിതാബ് ഓടിക്കുന്നത്, കിതാബ് അന്ന് ഓടും, മരിക്കുന്ന കാര്യം കിതാബിന്റെ ഒരു ഉത്സവമില്ലാതെ അത് വരുന്ന കാര്യം പള്ളിക്ക് ദർശനക്കാരി ഇരിക്കുന്നു. ബീരാനജിയുടെ അവിടെ ഹദ്ദാദില്ലായിരുന്നു ഇത്. പിന്നെ വ്യാഴാഴ്ച മൂപ്പരാണ് പിന്നെ ഇമാമത്തിക്ക്. അന്ന് ഇസ്മായിലാജി ചിലപ്പോൾ കരി പോകും. അല്ല, അന്ന് കുത്തുബി ഇല്ലാത്ത സമയത്ത് കുത്തുബി വന്നായിട്ട് നിൽക്കും. അന്നൊക്കെ മൂപ്പര് ഇമാമത്തിക്കും, പിന്നെ മൂപ്പര് പോകും. പിന്നെ ഇവരെ നമ്മൾ അന്ന് ഇവരൊക്കെ പള്ളിയിൽ നിന്ന് അന്ന് ഈ വീരാനജി ആണ് വ്യാഴാഴ്ച ഉസ്താദ് പോയിട്ടുണ്ടാവും ചിലപ്പം. അപ്പൊ ഈ മൂപ്പരാണ് അന്നത്തെ ഇമാമ പരമായിട്ട് വന്നല്ല കിട്ടാണ്. അപ്പൊ മൂപ്പരാണ് അന്നത്തെ ഇമാമക്കല്. അതായത് ഞങ്ങൾ ഇസ്മാലാജി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉസ്താദ് ഇസ്മാലാജിയാണ്. ഞാൻ പത്ത് കിതാബൊക്കെ ഒരിക്കുന്നത് ഇസ്മാലാജിന്റെ ഇത്താ ഒരിക്കുന്നത്. 10 കിതാബൊക്കെ അന്ന് എന്ത് കിതാബ് കുറച്ച് ആടികളൊക്കെ ഒരു വളരെ പറ്റുന്ന ഒരു ഇർഷാദ് ഇടിച്ച് അവരെ കിട്ടിയൊക്കെ കഥയില്ലേ നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടോ. അങ്ങനെയൊക്കെ പാടെ ആ കാലഘട്ടം അങ്ങനെയാണ്. പിന്നെ എന്നിട്ട് എത്ര അവനാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഈ വരും. ഇങ്ങനെ മൂപ്പരെ പറ്റി നമുക്ക് ഇതാണ് ഇവിടെ വരലുണ്ടായിരുന്നു. അന്ന് കുറച്ച് 8 ദിവസമൊക്കെ നിൽക്കും, അതങ്ങനെ പോവും. അത് അത്ര അന്നൊന്നും നമുക്ക് ആ കാലം കൊണ്ട് എതിർക്കാനുള്ള ഇല്ലല്ലോ. അന്ന് 12 വയസ്സ് എന്ത് ദ്രോഹം നമുക്ക് അറിയില്ല. നമ്മളത് അതൊന്നും പറയാൻ പറ്റില്ല. ഉണ്ട് അതിപ്പോ അന്ന് പിന്നെ കാരണന്മാരോട് എന്റെ പനോടൊക്കെ ചോദിച്ചാൽ കിട്ടിയെന്ന്. അതെന്റെ പനോട് ചോദിച്ചിട്ട് ചെയ്യുന്നു. മൂപ്പര് ഞങ്ങൾ ചെറിയ ബന്ധമുണ്ട്. ഞങ്ങളെ ഉമ്മ മൂപ്പര് ഞങ്ങളൊക്കെ സംശയമുണ്ട്.
അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെയൊക്കെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. മുമ്പിൽ വലുതായിട്ട് പറയാൻ പറ്റാവുക. മൂപ്പര് ചരിത്രം വേങ്ങൽക്കാൻ ഒരാൾ പറയും. വേങ്ങൽക്കാർ കുഞ്ഞുപോക്കറാൻ ഞാൻ സ്നേഹിതണ്ടേ ഞങ്ങളെ ഗൾഫില്. ഒരു ചെറിയ മൂപ്പര് അറിയും ശ്രുതിമേശ്വരി എവിടെ വീട്ടില് ഒരു പണി എടുക്കുന്നോട്ടാണ് പോയിക്കുന്നത്. ചെറുതായി ഒരു 10, 15, 13, 15 വർഷം തന്നെ ഒരു വീട്ടിലവിടെ കണ്ണോക്കാനൊക്കെ നിൽക്കണം. അങ്ങനെ അന്ന് മൂപ്പര് പറഞ്ഞ ചരിത്ര. അപ്പൊ തോട്ടിൽ ഇങ്ങനെ പോത്തോടെ വളർത്തിട്ട് ഇങ്ങനെ ഇരിക്കണ് ഇത്. അപ്പൊ ഇങ്ങനെ ഒരു മോടിയുടെ വരുന്നുണ്ടോണ്ട് മോടിയുടെ മുന്നിലും പൊന്നിലും ഒരു 5-6 ആളും ഇങ്ങനെ ബാലിന് പോവുകയാണ്. അപ്പൊ ഇങ്ങനെ നോക്കി മൂപ്പർക്ക് തോന്നിയിരിക്കും അള്ളാഹു നന്നാക്കാൻ പറ്റി. വേറെ നേരെ കണ്ണിനെ പെരി കൊണ്ടേ കൊട്ടിയത് നിൽക്കുന്ന പെരി കൊണ്ടേറ്റ് കെട്ടിയിട്ട് മൂപ്പ് നേരെ പള്ളിക്ക് ആവട്ടത്. പിന്നെ പറക്കാൻ പോയില്ല. അങ്ങനെ പോയിട്ട് ആ ഓട്ട് അവിടെ പോയിട്ട് പിന്നെ ഈ പെരയ്ക്ക് വന്നത് മഞ്ചലിയിലാണ്. അത്ര വഴിയിലെത്തി മഞ്ചലി കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പകരാജി അടക്കമുള്ള വലിയ ഉസ്താദന്മാരൊക്കെ ഉസ്താദായിട്ട് പിന്നെ അറിയത്. പിന്നെ ആ വീട്ടിലേക്ക് അന്ന് പിന്നെ വന്നിട്ട് മൂപ്പര് നിന്ന് കേടാള അത് മഞ്ചലിയിലാണ് അളന്ന്. ഇത് അന്ന് മഞ്ചലല്ല, അന്ന് കാർന്ന് പോകാത്തവർക്ക് മഞ്ചേരി 4 ആളെത്തിട്ട് മഞ്ചേരി എല്ലാവർക്കും ഇല്ല. നല്ല കാര്യപ്പെട്ട ആൾക്കാർക്ക് അല്ലാതെ എല്ലാവർക്കും അവിടെ ഒരു വലിയ വലിയ പേർപ്പെട്ട ആൾക്കാർക്ക് വലിയ ആൾക്കാർക്ക് ഇത് മഞ്ചല. ഇവിടേക്ക് വരുമ്പോഴൊക്കെ മഞ്ചേരി തന്നെ അതൊക്കെ മുന്നേ വന്നിരുന്നാണ് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എന്റെ കണ്ടത്. പിന്നെ ഈ മൂപ്പര് പോയി കോതടി അവിടെ മടക്കി വെക്കല. മൂപ്പര് വരുമ്പോ അത് നിർത്തുള്ളൂ. മൂപ്പര് ഇടക്ക് വരും. അങ്ങനെ 2 ക്ലാസ്സുമാർ വന്നിട്ടൊക്കെ നമ്മൾ അങ്ങനെ പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. മൂപ്പരിന്റെ എടുക്കൂല, ഞങ്ങൾ വിട്ടു നോക്കാൻ കണ്ണ് പിയാക്കില്ലേ അവിടെ പണ്ട് കാരന്മാർക്ക് പൊന്നുക്കൾ പൂച്ചക്ക് തോന്നി തന്നെ നമ്മക്ക് കാണുമ്പോ വിളിക്കലോ എന്നെ നമ്മള് അങ്ങനെ മുന്നിൽ പോവില്ല. പിന്നെന്തൊക്കെ ഇങ്ങനെ നോക്കുന്നില്ലാതെ പേടിച്ചിട്ട് അതിടക്ക് ഇങ്ങനെ അത് തെറ്റിൽ ഇങ്ങനെ നടക്കുന്നതൊക്കെ അവർക്ക് ഇങ്ങനെ അതുകൊണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു കൈ കലാതെ നടക്കുന്ന അർത്ഥം. അപ്പൊ അറിവിനൊക്കെ വേദം കൊണ്ട് നോക്കുന്ന നടക്കും ആ ചെല്ലന്മാർക്കൊക്കെ. അതൊക്കെയാണ് അപ്പോൾ അത്രക്കോളം ഇന്ത്യത്തുള്ള വിധം. പിന്നെ നമ്മളെ വാനപ്പള്ളിയിൽ മുദ്രസായിട്ട് കൂടുതൽ നിന്ന ആള് ഇസ്മായിൽ രാജ. ശമ്പളമൊന്നുമില്ല അന്ന് മൂപ്പർക്ക്. ഈ മദ്രസ പറമ്പിലെ തോല് തേങ്ങ അതാണ് ശമ്പളം പറഞ്ഞില്ല ഇസ്മായിൽ രാജ. കാലം വരെ ശമ്പളം അറിയാൻ ഇവിടെ നിർത്തിയോ അത് എനിക്ക് പറയാൻ പറ്റില്ല. അന്ന് ആദ്യം കല്ലുക്കാരൻ മുസ്ലിം കല്ലുക്കാരൻ സലാമൊഴിയുടെ വാപ്പ കണ്ടടിച്ച ഞാൻ എനിക്ക് കണ്ടില്ല. ഞാൻ എനിക്ക് കണ്ട ഓർമ്മയില്ല. മൂപ്പര് കണ്ട ഓർമ്മയില്ല. നമുക്ക് പഞ്ചായത്തിന്റെ വാപ്പനെ എനിക്ക് കണ്ട ഓർമ്മയില്ല. എൻ്റെ അമ്മമാരുടെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് സുക്കളായിട്ട് 2 വയസ്സാണ്. അന്ന് മൂപ്പര് എത്തി കൊണ്ടായാ കല്ലുകാരൻ്റെ എത്തി കൊണ്ടായിരുന്നു. എൻ്റെ അമ്മമാരുടെ കേട്ടാ 2 വയസ്സുള്ളത്. അപ്പൊ മറ്റേ ഇതാണ് മരുന്നൊക്കെ കേട്ട് ഞാൻ പറ്റ. അപ്പൊ ഇങ്ങനെ നോക്കി ഞാൻ കൊണ്ടേക്കൾ വരികയെന്ന് അന്നേരാ. അപ്പൊ ഉമ്മ പേടിക്കും ഞാൻ കൊണ്ടേക്കൾ തന്നെ പോയി. ആകെ ബേജാറായി ഞാൻ പേരി കൊണ്ടേക്കൾ തന്നെ ഇപ്പൊ ഉമ്മ ബേജാറായി. ഉമ്മ വന്ന് ഉമ്മ പോന്ന് തന്നത്. അപ്പൊ ബേജാറായി ഞാൻ കൊണ്ടേക്കൾ തന്നെ പോയി. എടുക്കാൻ തന്നെ ഇതായിരുന്നു. കല്ലുക്കാരന് അവർ പള്ളിക്കുണ്ടായിരുന്നത് ഭയങ്കര പേടിയെന്ന് എല്ലാവർക്കും. എന്താണെന്ന് വെച്ചാല് പള്ളി കമ്പൗണ്ടിൽ ഒരു വീടിക്കുറ്റി കാണാൻ പാടില്ല. ആ വീടിക്കുറ്റിട്ട് ആരെന്ന് അന്വേഷിച്ചു. എന്നിട്ട് രക്ഷു. അത്ര ഭയങ്കര പൗറയെന്ന് എന്റെ ഓർമ്മ. മൂപ്പര് പൊന്നാനിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണേ. മൂപ്പര് പൊന്നാടി മൂപ്പരമ്മയും മൂപ്പരും കൂടി ഇങ്ങോട്ട് മൂപ്പര് മീൻ പോകുന്നത്. പിന്നെ അതായത് മൂപ്പര് ഇവിടെ നാട് കല്ലൂർ ഞാൻ ചേർത്താൻ തോന്നുന്നു. അത് ചെറുപ്പത്തിൽ പൊന്നാനിക്ക് പോയതാണ്. അപ്പൊ മൂപ്പര് പേര് മൂപ്പന്മാര് പേര് അമീനാൻ കല്ലൂക്കാരൻ. പിന്നെ വലിയ മൂല്യരായിട്ട് അന്നൊക്കെ നമ്മളെ കോളേജ് അല്ലല്ല, അന്ന് പൊന്നാനിയാണല്ല. പൊന്നാനി പോയിട്ട് രാഷ്ട്രീയ വെളുക്കത്തിരിക്കാൻ പോകുന്ന രാത്രി പഠിക്കുന്ന തന്നാട്ടാണ് ഈ വെളുക്കത്തിരിക്കല്. അന്നത്തെ ഭാഷയാണ് പറയും വെളുക്കത്തിരിക്കാൻ പോകുന്ന ആള്. അപ്പൊ അങ്ങനെ അവിടുന്നാണ് അന്ന് നമ്മളെ പൊന്നായി നിന്നാണ് വന്നിട്ടുണ്ട്. പിന്നെ അവരെ ഇപ്പൊ അതേപോലെ ഇസ്മാരാജിക്ക് ശരതൊന്നും അവർക്കൊന്നും ശരതില്ല. അവരൊക്കെ കിതാബ് ഓതി പഠിച്ച് ലോങ് കിതാബ് ഓതി ഓതി കോളേജൊന്നും അത് ഒന്നും പ്രശ്നമില്ല. പിന്നുള്ളത് അവരോരുത്തര കാലത്ത് പിന്നുള്ളത് ദൈവം തന്നെ. ദൈവത്തിൽ പോവുക ഹൈദരാബാദ് ഇങ്ങനെ സ്ഥലത്തുകൾ പോയിട്ട് അവിടെ അന്ന് ബാക്കി
വാക്കാവി എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഉണ്ട് അതെ നമ്മളെ വെല്ലൂര് വലിയൊരു വാക്കവി വാക്കവികളിൽ വാക്കവി ബാക്കിയാൾ കാരണം കമ്മിയാണ് എല്ലാവരും വാക്കവിയാണ് പൈസ ഒന്നും ഇല്ല അതിന് പട്ടിക്കാടൊന്നുമില്ല പട്ടിക്കാടൊക്കെ പിന്നെ വന്നല്ലേ പിന്നെ പട്ടിക്കാടൊക്കെ പട്ടിക്കാട് കോളേജൊന്നും അന്നില്ല അന്ന് ഇവിടുന്ന് നമ്മള് കോളേജില്ല അന്ന് പേരിൽ ഇതാണ് വലിയൊരു പോവുക വാക്കവി വിരുദ്ധം ആണ് അന്ന് എപ്പോഴും വാക്കവികൾ നല്ല പാലന്മാരൊക്കെ ഉണ്ടല്ല അന്നത്തെ കാലത്ത് ഈ പള്ളി കേന്ദ്രീകരിച്ചിട്ടാണ് ആൾക്കാർ ഇസ്മാലാജിന്റെ എങ്ങനെയാണ് ഇസ്മാലാജി ആ പള്ളി അവിടുന്ന് പള്ളിക്കൊന്ന് പെരയിക്കെന്ന് പറഞ്ഞാല് പള്ളിക്കൊന്നിട്ട് ഇറങ്ങിയാല് ഇതാ ഇങ്ങനെ പോവുക തറങ്ങി അത് പെരയിൽ എന്നിട്ട് അന്ന് കൊണ്ട് വെച്ചോളൂ അത് അവിടുന്ന് ഇറങ്ങിയ പീടിയന്റെ മുന്നിൽ ഒരാളുണ്ടാവില്ല മൂപ്പര് പട്ടിപ്പടിക്കുന്ന ഇറങ്ങിയത് അവിടെ ഭയങ്കര കൂട്ടം ഒറ്റ വിളക്ക് ഉണ്ടെങ്കിലും മൂപ്പരിൽ ഇറങ്ങി പെരയ്ക്ക് പോകാന്നുണ്ട് പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല ഒക്കെ പിന്നിക്ക് ആരും അത് അടിച്ചു പിടിച്ച് കുട്ടികളൊന്നും കൂടെ അടിച്ചില്ല ഞങ്ങൾക്ക് കത്തിൽ നിന്നിട്ട് കളിച്ചാല് അന്ന് നമ്മളെ അവന്തോടിന്റെ മേലെ ഒരു പള്ളിയുണ്ട് അപ്പൊ അവിടെ ഉണ്ട് ഡ്രസ് അതിന്റെ മുകളിലാണ് പള്ളി അവിടെ നേരത്തും മുകളിൽ പള്ളി അത് നമ്മളെ വടക്കപ്പാട്ട് കണ്ണ് കിട്ടിക്കുന്നതാ അതന്നെ അതനുസരിച്ച് അത് കണ്ണൂർ വരെയാണ് എന്റെ അതിർത്തി നമ്മൾ കണ്ണൂരിന്റെ വരെയാണ് ആ പള്ളി ഉള്ളത് കണ്ണൂർ ഇപ്പൊ പുള്ളി കൈ അന്ന് കണ്ണൂർ വരെയാണ് ആ പള്ളി അപ്പൊ അതിന്റെ മുകളിലാണ് അപ്പൊ കോണി പിന്നാണ്ട് ഞാൻ വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ ഈ തെക്കേ ഭാഗത്ത് നമ്മൾ കേക്കാത്ത പള്ളിന്റെ മേലെ ഉണ്ടാവും ഉണ്ട് അത് അപ്പൊ അവിടെ സ്ഥലം കുറച്ചും കൊണ്ട് കൂട്ടാൻ പോകാണ്ട് അപ്പൊ ആ ഇതെല്ലാം വിലണ്ട് അങ്ങനെ ചുറ്റോടെ ഇരിക്കാണെങ്കിൽ ഞങ്ങൾ വെള്ളിന്റെ പോയിട്ട് ഇറങ്ങിയർക്ക് മൂല കൂടിയിട്ടേ ചിത്താവ് മറിച്ചിരിക്കും ഇത് ഈ കോടിമക്കൂടി കാര്യം കോടി ഇങ്ങനെ അജ്ജത്തല്ലേ കൂടി എല്ലാം നോക്കും ആളുമില്ല ചങ്കുകളും ഇല്ല ഇങ്ങനെ നോക്കണ്ടാവും ആരാ കളിച്ചിട്ട് ഒരു തട്ടിട്ടുണ്ട് അതിനാണ് അത് ബസ്സിയോട് കയറി എന്ന് ബസ്സിയോട് കയറാ അവിടുന്ന് കച്ചവടം അപ്പൊ ബസ്സിയോട് കൊണ്ട് കൊടുക്കണം ആ ചെവിന്റെ വന്നിട്ട് അത്ര ഭയങ്കര ബുദ്ധി സൂക്ഷ്മത ആളെ സൂക്ഷ്മതായിരിക്കും അത് നല്ല മനുഷ്യനായിരുന്നു വളരെ ഇതുള്ള ആളായിരുന്നു മരജനെ കണ്ടായിരുന്നു ഇപ്പറഞ്ഞിട്ട് കണ്ടാൽ നിങ്ങൾ അറിയുന്നു വിളിച്ചു ആ തന്നെ വിളിച്ചിട്ട് അല്ല എന്തിങ്ങനെ ഞാൻ നിൽക്കുക അതേന്നെ നിങ്ങൾ അതേ കോളേജ് നിങ്ങളുണ്ടായിരുന്നു ആള് ആ നിങ്ങൾ ഇതേ പേശുന്നു പരാജി നിങ്ങളുണ്ടായിരുന്നു എന്നാണ്ട് അങ്ങനെ ആ പോക്ക് തോന്നി അതേതുള്ള ആൾക്കാരായിരുന്നു അതൊക്കെ അന്ന് അവരന്നൊക്കെ ഈ ആ പട്ടിയിട്ട് അവരൊക്കെ ചെടി തന്നുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അല്ല ഈ അവരൊക്കെ ഇരുന്നതുകൊണ്ടായിരിക്കും അങ്ങ് അള്ളാഹുന്ന് അങ്ങ് ഒരു ബോധം വന്നത് അതേ പറഞ്ഞല്ല മൂപ്പത്ത് ഓടിയ കുട്ടികൾ പട്ടിയിട്ടാ ചിരിച്ച കുട്ടികളൊന്നും ആരും പെടുക്കാറ്റില്ല എന്നിട്ട് പറയാക്കാർക്ക് പെടുന്നില്ല ആരും അങ്ങനത്തെ ഒരു കത്ര ഒന്നും പെട്ടിട്ടില്ല ഓരോ ഉസ്താദന്മാർ വരുന്നുണ്ട് മൂപ്പത്തിന് ഒരു പട്ടിയിട്ടാ ഒരു മുത്തപ്പറ്റിങ്ങനെ ഓടിയ ആൾക്കാരൊന്നും ഒരു വടക്കായിട്ട് ഒരുപാട് കച്ചടി പെട്ടിട്ടോ കാണില്ല നല്ല ജീവിതത്തിൽ നിൽക്കുന്ന ഒരു മുൻ അസനാജി ഒക്കെ അന്നൊക്കെ അതൊക്കെ ഒരിക്കൽ ദർശക്കൊക്കെ വന്നിരുന്ന ആൾക്കാരെ യുനാമാജി റസാക്കാജി അബ്ദുൾ ഹോജി ഇതൊക്കെ അന്ന് സാഹചര്യത്തിൽ വലിയ ദർശകം വന്നിരുന്ന ആൾക്കാർ നാടിന്റെ വാണിജ്യന്റെ മഹത്വം എന്ന് പറയുന്നത് അതാണ് കുറെ മുൻഗാമികളായ മഹത്തുക്കളായ ആൾക്കാരുടെ സാന്നിധ്യം നല്ല പുസ്തകം കൊണ്ടുള്ള മനുഷ്യന്മാരെ ഏതൊക്കെ അവരതിൻ്റെ ഒരു ആ ഉള്ള ഇൽമ് ഒരു നല്ല ഭംഗിയിൽ കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് അതിനും പറഞ്ഞ നമ്മുടെ നാട്ടിലുണ്ട് അത് തന്നെ അതെ അതൊക്കെ അവരൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിന്റെ പൗര് ഇവിടെ രാജ്യത്തിനും അങ്ങനത്തെ ഒരു ഇതിലുള്ളത് അതുണ്ടല്ല നമ്മൾ ഈ പാടിയുണ്ട് അന്നേ ഒരു വർക്കത്തുള്ളതാണ് ആ പണിയുണ്ട് നല്ലത് കാരണം കേക്ക് വാങ്ങിക്കുന്നതൊക്കെ കൊപ്പം വളാഞ്ചേരി ആ വർക്കത്തൊക്കെ പഠിക്കാൻ ഇങ്ങോട്ടാണ് വന്നിരുന്നു പിന്നെ കുറച്ച് മലയാക്കാരുണ്ടായിരുന്നത് എൻ്റെ അപ്പ എൻ്റെ മൂത്താപ്പന് മനുഷ്യൻ അവരൊക്കെ മലയായിരുന്നു എല്ലാ ഒരു പേരിലൊക്കെ മലയാക്കാരുണ്ട് ഇന്നിപ്പോ ദുബൈ ആയി മാത്രം അന്നൊക്കെ മലയാക്കാരാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയാം ഇതൊക്കെ തന്നെ ഇപ്പൊ അമ്മയ്ക്കുള്ള അറിവ് രേഖപ്പറ്റിയുള്ള അത് കൂടുതൽ പറയാനൊന്നുമില്ല അവരൊക്കെ വർക്കത്തോണ്ടാണ് ഈ നാട്ടിൽ നമ്മളെ നാട് ഇങ്ങനെ നടക്കുന്നില്ല അല്ല അവരൊക്കെ വർക്കത്ത് അവരെ കുരുത്തും തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത് അപ്പൊ വലിയ നേമത്ത് ചെയ്ത ആളാണ് നമ്മൾ ഈ പണിയുള്ളത് എന്തുകൊണ്ടും കാരണം ആർക്കും
ഇപ്പൊ നമ്മൾ ദർശനത്തിലായിട്ടില്ല. നമ്മൾ പഴയ കാലത്താണ് അരീക്കോട് മഞ്ചേരി വെക്കുന്ന വിസ്മരാജ്യത്തേക്ക് ഓടുന്ന ആൾക്കാർ അരീക്കോടും മഞ്ചേരിയും ഒക്കെ ഉള്ള ആൾക്കാർ കൂടുതലുള്ളത് ഒരുമാർ. ആ മലയാളത്തിൽ ഓരോ ആൾക്കാർ ഇപ്പൊ ആരും ഇല്ല, ജീവിച്ചിരിക്കുന്നില്ല. മോയന്മാരൊക്കെ കഴിഞ്ഞ് അവരുടെ മലയാളത്തിൽ ഓടിയ ആൾക്കാർ ഇപ്പോൾ കാണില്ല. പിന്നെ കോയക്കുട്ടി ചോദ്യമുണ്ട് ഒരു ഞാൻ ഗൾഫ് പോണ കാലത്ത് കോയക്കുട്ടി സ്ഥലമാണ് ഇവിടെ. എന്നെ 14 വരെ 31 14 വരെ ഇവിടെ ഹൽക്കൊക്കെ തുടങ്ങിയത്. ആ ഹൽക്ക ആ കാലത്താണ് കൂടുതൽ. ഹൽക്ക ഒരു 50 കൊല്ലത്തിന് മേലായില്ലേ, 50 കൊല്ലത്തിന് മേലായി. അതായത് എനിക്ക് ഓർമ്മയിലൊരു 2070 71 തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 1970 തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ. ആ അൽക്ക അന്ന് ഇവിടെ എപ്പോഴും നമ്മൾ മക്കളെ വെച്ച് ചിട്ടുണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇവിടെ. ആരത്ത് നമ്മുടെ മർക്കാർ ഫാഷനെത്തി എല്ലാ സ്ഥലത്തിനും മൂപ്പരുണ്ടാവും. ഇട്ട പോലെയാണ്. അപ്പൊ ആഴ്ചയിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഡരായിൽ കയറാത്ത് കുട്ടികൾക്ക് കൊണ്ട് നഴ്സറാത്തും കൈ ഒട്ട് ജനിച്ചു. അല്ല പണ്ടിക്ക് ദർശനം കൈ ഒത്തിട്ട് കുട്ടികളെ കൊണ്ട് ജനിച്ചു. മൂപ്പര് ഹൈറാത്തിന്റെ ആളാണ്. ആ നായ്മാക്കുന്ന ആളാണ് ഈ വലിയ കാര്യമാണ്. മർക്കാർ ഫാഷനെത്തി എല്ലാ നോക്കണം. ആളിപ്പോ പോയിട്ട് വരി പോയിക്കാണ് വീട്ടുകാർക്ക് ചായ കുടിക്കാൻ ഉണ്ടായിരുന്നു. വലിയ പണ്ടുള്ള ആളായിരുന്നു. നമ്മൾ ഈ അപ്പൊ ഈ മറ്റൊക്കെ അവർ ഇസ്ലാക്കിനൊക്കെ വന്നു വലിയ പള്ളിട്ട് വന്നിട്ടുള്ള ആളായിരുന്നു. അവരൊക്കെ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് അക്ബർ എന്നായിട്ട് ഇന്ന് വരക്കാം. അതൊക്കെ അക്ബർ കിട്ടുകൊണ്ട് നമ്മുടെ അക്ബറിനെ അള്ളാഹ് നല്ല അനുസരിച്ച് നല്ലത് ചെയ്തുകൊണ്ട് വെച്ചാൽ തോന്നിക്കാം. നമുക്ക് തരട്ടെ.